ഫലസ്തീൻ ഗസയിലെ സബ്രീൻ അൽ സക്കാനിയൊക്കെ നമുക്ക് വെറും ഓർമ്മപ്പെടുത്തലുകളാണ്. അൽ ഉമ്മു തഹിയ മിൻ അജലി തിഫ്ലി. കേരളത്തിലെ ആദ്യത്തെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടും നമുക്ക് കാണാൻ കഴിയില്ല. മുന്നേയും ഇതുപോലെ ഒരുപാട് ട്രാജഡി പോലെയുള്ള ഒരുപാട് ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടവരാണ്, കേട്ടവരാണ്, അറിഞ്ഞവരാണ്. ഈ കാമുകന്മാർ കുട്ടികളെ കൊന്നെടുക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി കുട്ടികളെ പല തെരുവുകളിലും ഉപേക്ഷിച്ചു പോകുന്ന ഒരുപാട് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് കത്തി ടാക്സ്. ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്, 2-3 ദിവസങ്ങൾക്ക് മുന്നേ നമ്മളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടതാണ്. ഒരു കാമുകിയും കാമുകനും കൂടി ചേർന്നിട്ട് ഒരു നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചിട്ട് മൂടി. മാത്രമല്ല, ദോഷ പാപങ്ങൾക്ക് പാപത്തിൻ്റെ മോചനത്തിനായിട്ട് അസ്ഥി വരെ എടുത്ത് വെച്ചിട്ടുള്ള ന്യൂസൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ ലൈവായി കണ്ടവരും അറിഞ്ഞവരൊക്കെ തന്നെയാണ്. ഇതിനെ കേരളത്തിലെ ആദ്യത്തെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടും നമുക്ക് കാണാൻ കഴിയില്ല. മുന്നേയും ഇതുപോലെ ഒരുപാട് ട്രാജഡി പോലെയുള്ള ഒരുപാട് ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടവരാണ്, കേട്ടവരാണ്, അറിഞ്ഞവരാണ്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കഥ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. 2024 ഏപ്രിൽ മാസമാണ് തോന്നുന്നുണ്ട്. ഗാസയിൽ ഇസ്രായേലുകൾ ബോംബുകളും മറ്റൊക്കെ മിസൈലുകളൊക്കെ വിടുന്ന സമയത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾ, മനുഷ്യന്മാർ, ഒരുപാട് ജീവനുകൾ അവിടെ പൊലിഞ്ഞു പോയിട്ട്. കുട്ടികൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ഉപ്പമാരെ നഷ്ടപ്പെട്ടു, ഉമ്മമാരെ നഷ്ടപ്പെട്ടു, ഉമ്മമാർക്ക് കുട്ടികൾ, അങ്ങനെ തീർത്താൽ തീരാത്ത ഒരുപാട് നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കുടുംബങ്ങൾക്കൊക്കെ ഉണ്ടായിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഡോക്ടർമാരൊക്കെ അവിടെ ബോംബൊക്കെ വീണ് ബിൽഡിങ്ങുകളെല്ലാം താറുമാറായിട്ട് അവിടുന്ന് ജീവനുകൾ ഇങ്ങനെ രക്ഷിക്കുമ്പോൾ അവിടെ നടന്നിട്ടുള്ള എല്ലാവരും കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള ഒരു റിയൽ സ്റ്റോറി. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ കാമുകന്മാർ കുട്ടികളെ കൊന്നെടുക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി കുട്ടികളെ പല തെരുവുകളിലും ഉപേക്ഷിച്ചു പോകുന്ന ഒരുപാട് ഉമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ മുന്നിലേക്ക് വരുന്ന ഒരു റിയൽ സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഏകദേശം 2024 ഏപ്രിൽ മാസത്തിലാണ് ഈ ഒരു സംഭവം ഫലസ്തീൻ ഗസയിൽ നടക്കുന്നത്. നമ്മളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ബോംബുകളൊക്കെ വന്ന് വർഷിച്ച് ബിൽഡിങ്ങുകൾ, കുട്ടികളെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെയുള്ള സന്നദ്ധ സേവകരൊക്കെ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇതേപോലെ ബോംബ് വന്ന് വീണ് അവശിഷ്ടങ്ങളായിട്ട് താറുമാറായി കിടക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് സംഭവം നടക്കുന്നത്. അവിടുത്തെ സന്നദ്ധ സേവകരും ഡോക്ടേഴ്സും ഫയർഫോഴ്സും എല്ലാവരും കൂടി വന്നിട്ട് ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ എടുത്തു മാറ്റുമ്പോൾ അതിനടിയിൽ ഒരു ഗർഭിണിയായിട്ടുള്ള സബ്രീൻ അൽ സക്കാനി എന്ന് പറയുന്ന ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹം അവർക്ക് കിട്ടി. സംഭവ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ആ ഒരു യുവതി മരിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഡോക്ടർമാർ അവരെ പൊക്കിയെടുത്ത് ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കാരണം വേറൊന്നുമല്ല, അവരുടെ വയറ്റിൽ ഒരു കുട്ടി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അറബിയിലൊരു ചൊല്ലുണ്ട്, അൽ ഉമ്മു തഹിയ മിൻ അജലി തിഫ്ലിഹ എന്ന് പറയുന്നത് പോലെ ഒരു ഉമ്മ തൻ്റെ കുട്ടിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നൊക്കെ നാം പറയുമല്ലോ. അവർ മരിച്ചുവെങ്കിലും തൻ്റെ കുട്ടിക്ക് വേണ്ടി ജീവിക്കാനുള്ള അവസാന ശ്വാസം പോലും അവർ മാറ്റിവെച്ചിരുന്നു. അങ്ങനെ അത്ഭുതം എന്ന് പറയട്ടെ, വളരെ പെട്ടെന്ന് സിസേറിയൻ മുഖേന അവരുടെ വയറ്റിലുള്ള കുട്ടിയെ അവിടുത്തെ ഡോക്ടർമാർ പുറത്തെടുത്തു. ആ കുട്ടി ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ അത്ഭുതമാണ്. അത്ഭുതം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിലേക്ക് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഇത്രക്കും എന്താ പറയുക, വാക്കുകൾക്ക് അതീതമാണ്. ആ രീതിയിലുള്ള കുട്ടികളെല്ലാം തെരുവുകളിൽ ഉപേക്ഷിച്ച് പോട്ടെ, തെരുവുകളിൽ ഉപേക്ഷിക്കുന്നതിനപ്പുറം ജീവനോടെ കുഴിച്ചു മൂടുവാൻ പോലും മുതിരുന്ന കാമുകന്മാരും കാമുകിമാരും രക്ഷിതാക്കളൊക്കെ ഉടലെടുക്കുന്ന ഒരു പുതിയ കാലത്ത് ഇത്തരത്തിലുള്ള കഥകളൊക്കെ നമ്മൾ അറിയേണ്ടതും അതിൽ നിന്നെല്ലാം ഉൾക്കൊള്ളേണ്ട ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി മാത്രമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. മാങ്കാ ദിൽ ബഹുത്ത് ബഡാ ഹോത്താ ഹെ എന്നാണ് അല്ലേ. നമ്മുടെ ഉമ്മയുടെയൊക്കെ ഹൃദയങ്ങൾ, ഉമ്മയുടെയൊക്കെ മനസ്സുകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മളൊക്കെ നമ്മൾ ഉമ്മയില്ലാത്ത സമയം, ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു വിദേശത്ത് പോകുമ്പോൾ അല്ലെങ്കിലൊക്കെ ടൂറ് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോലും തിരിച്ചു വരാൻ തോന്നുന്നത് അവിടെ നമ്മുടെ ഉമ്മയുണ്ടായത് കൊണ്ടാണ്. അല്ലാത്തവർക്കൊന്നും നാട്ടിൽ പോയാലും അല്ലെങ്കിൽ വീട്ടിൽ പോയാലും എന്ത് എന്നുള്ളൊരവസ്ഥയായിരിക്കും. അപ്പോൾ ഉള്ള സമയം ഉമ്മയെ നോക്കാനും അതുപോലെ മക്കളെ ഇടപഴകാനൊക്കെ ഉള്ള അവസരം നാം എപ്പോഴും സൂക്ഷിക്കണം. അല്ലെങ്കിൽ അതിനുള്ള നല്ലൊരു മൊമെൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഫലസ്തീൻ ഗസയിലെ സബ്രീൻ അൽ സക്കാനിയൊക്കെ നമുക്ക് വെറും ഓർമ്മപ്പെടുത്തലുകളാണ്. കാരണം
സ്വന്തം കുട്ടികളൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന നമ്മുടെ ലോകത്ത് ഈ രൂപത്തിലുള്ള ഒരുപാട് അമ്മമാരൊക്കെ ദൈവ നിശ്ചയം പോലെ പിറവിയെടുക്കുന്ന ഒരുപാട് ജന്മങ്ങളും ഈ ലോകത്ത് ബാക്കിയാകാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെയുള്ള ഈ അറബി വാക്യം കൂടി പറഞ്ഞു വെച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഒരു വട്ടം കൂടി ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അൽ ഉമ്മു തഹിയ മിൻ അജലി തിഫ്ലിഹ. താങ്ക് യു.